ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദൻ ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനത്തെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദൻ. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ മഹേഷ് വരുന്നത്. മഹേഷ് വന്നു കഴിഞ്ഞപ്പോൾ ഗീതുവിനെക്കുറിച്ചുള്ള കാര്യം ഗോവിന്ദ് പറഞ്ഞു. ഈ സമയം സംഭവിച്ച കാര്യങ്ങൾ, അതായത് കിഷോർ ഗീതുവിനോട് ചെയ്ത ചതിയെ പറ്റിയുള്ള കാര്യങ്ങൾ മഹേഷ് പറയുക. അപ്പോൾ കിട്ടിയ കാശും കൈക്കലാക്കി അവളെയും കൊണ്ട് ഗോവയ്ക്ക് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ എന്നുള്ള കാര്യം. ഇത് കേട്ട് നമ്മുടെ ഗോവിന്ദൻ അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ്. നീ പോയതിന് പിന്നാലെ പണവുമായി അവൻ അവളെയും കൂട്ടി പോയെന്നും അവർ ഫ്ലാറ്റിൽ നിന്ന് പോകുന്നതിന് മുൻപ് അവൻ പണം വാങ്ങുന്ന വീഡിയോ ദൃശ്യം ഗീതു കണ്ടതും അവൻ്റെ വരയിൽ നിന്നും അവൾ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ പറയുവാണ് അദ്ദേഹം. അല്ലായിരുന്നെങ്കിലേ ഗോവയിൽ കൊണ്ടുപോയി അവളോടൊപ്പം താമസിച്ച് ഒടുവിൽ അവിടെ ഏതെങ്കിലും മയക്കുമരുന്ന് സംഘടനയിൽ ഏൽപ്പിച്ചു കൊടുത്തേനെ അവളെ അവൻ. ഇതൊക്കെ കേട്ടപ്പോൾ ഗോവിന്ദൻ ഞെട്ടി നിൽക്കുക. അവന് കിട്ടുന്നതെല്ലാം ലാഭമാണല്ലോ. അങ്ങനെയൊന്നും സംഭവിക്കാത്തതിനെ നീ എന്നോട് താങ്ക്സ് പറയുക വേണ്ടതെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് ഗോവിന്ദനൊന്നും മിണ്ടാതെ നിൽക്കുക. സോറി, ഫ്രണ്ട്ഷിപ്പിനിടയിൽ സോറി വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനതങ്ങ് പിൻവലിക്കുന്നു എന്നൊക്കെ മഹേഷ് പറഞ്ഞു. കിഷോർ കാണിച്ച ചതി, പണം കൊടുത്ത് അവളെ സ്വന്തമാക്കാൻ ശ്രമിച്ച ഞാൻ, വിശ്വസിച്ച് സ്നേഹിച്ചവരിൽ നിന്നെല്ലാം ഇങ്ങനെ തിരിച്ചടി കിട്ടിയ ഒരു പെണ്ണ് ഇനിയൊരാണിനെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണെന്നുള്ള കാര്യം പറയുവാണ് ഗോവിന്ദൻ. ഗീതു ലോകത്തിൽ ആണുങ്ങളെ വിശ്വസിക്കുന്നില്ലെങ്കിലേ ഗോവിന്ദ് മാധവനിപ്പോൾ എന്താ കുഴപ്പം എന്ന് കൂട്ടുകാരൻ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പെട്ടു, ഉത്തരം കൊടുക്കാൻ കഴിയാതെ. നീ ഏതായാലും ഗീതുവിനെ ഭാര്യയായി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തീരുമാനിച്ച കാര്യമല്ലേ, പിന്നെ അതെങ്ങനെയായാലും നിനക്കെന്താണെന്ന് ചോദിച്ചു. അതൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമല്ലല്ലോ എന്നും കൂട്ടുകാരൻ. എന്താ ഗോവിന്ദേ? പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിന്നെ കോൾ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നും കിട്ടുന്നില്ലെന്നും പറഞ്ഞു രാധികാൻ്റെ എന്നെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു. നീ എന്തിനാ ഇവിടെ കൂട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ നിന്റെ ഭാര്യയായിട്ട് ഗീതുവിനെ അംഗീകരിക്കത്തില്ലെന്നാണ് രാധികാൻ്റെ പറയുന്നത് എന്നുള്ള കാര്യവും ഗോവിന്ദനോട് മഹേഷ് പറഞ്ഞു. അപ്പോൾ രാധിക പറഞ്ഞ കാര്യം കേട്ട് ഗോവിന്ദൻ ഞെട്ടി നിൽക്കുക. അപ്പോൾ ഒന്നും പറ്റില്ല. അപ്പോൾ അമ്മ അവളെ അംഗീകരിക്കില്ല എങ്കിൽ ഞാനിനി എന്ത് ചെയ്യുമെന്ന് ഗോവിന്ദൻ ചിന്തിക്കുവാണ്. അപ്പോഴാണ് ഗീതു ട്രെയിനിൻ്റെ മുന്നിലൂടെ മരണത്തിലേക്ക് നടന്ന് നീങ്ങുന്ന ആ ഒരു കാഴ്ച അത് ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് വീണ്ടും കയറി വന്നത്. ഗോവിന്ദൻ എന്നിട്ട് അതും ചിന്തിച്ച് അവിടെ എങ്ങനെ നിൽക്കും. അപ്പോൾ ചെകുത്താനും കടലിന് നടുവിലായിരിക്കുന്നത് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. അപ്പം മഹേഷ് ആണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ഈ ഗോവിന്ദിൻ്റെ അവസ്ഥ കണ്ട. അപ്പോൾ എന്താ പറ്റിയ ഗോവിന്ദ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സംഭവിച്ച കാര്യം, അതായത് അമ്മ ഗീതുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ ഗീതു ഒരിക്കലും ജീവനോട് ഇരിക്കില്ലെന്നും മരിക്കുമെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ നീ എന്ത് മണ്ടത്തരോടെ കാണിച്ചേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഈ വിജയലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം രാധികയോട് പറഞ്ഞു മഹേഷ് എന്നുള്ള കാര്യം ഗോവിന്ദനോട് മഹേഷ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം നീ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിനെ കുറ്റപ്പെടുത്തുക ഗോവിന്ദ്. ഇതൊന്നും മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്. ഈ ബാംഗ്ലൂർ ട്രിപ്പിൽ ഏത് നേരത്താണ് നിന്നെ വിളിച്ചു വരുത്താൻ എനിക്ക് തോന്നിയതെന്നൊക്കെ ചോദിച്ചോണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നേ. അപ്പോഴും മഹേഷിനൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക. ഗോവിന്ദാണ് പിന്നെ ഭ്രാന്ത് കയറിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി മഹേഷിന്, ഗോവിന്ദൻ്റെ ഈ ഒരു വെപ്രാളവും ടെൻഷനൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇപ്പോൾ അവനോട് സംസാരിച്ചാൽ എങ്ങനെയാണെന്നുള്ളൊരു രീതിയിൽ നിന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് എന്താ പറ്റിയത്, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് മഹേഷ് ഇങ്ങനെ പറഞ്ഞപ്പോൾ മതി, ചെയ്തിടത്തോളം നന്മ മതി, ഒന്ന് പോയി തരാമോ എന്നും ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ മഹേഷ് അവിടെ നിന്നങ്ങ് പോയി. ഇനി ഞാൻ എൻ്റെ അമ്മയോട് എന്തു പറയും എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ ആകെ തലയ്ക്ക് ഭ്രാന്ത് കയറി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അമ്മയെ വിളിക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു. കണ്ണാ, നീ എന്താ വിളിക്കാതിരുന്നതെന്ന് ചോദിച്ചു. അത് കുറച്ച് തിരക്കിലായി പോയമ്മയെന്ന് പറഞ്ഞപ്പോൾ തിരക്കുകൾ നിൻ്റെ കാര്യത്തിൽ അത് സ്വാഭാവികമാണ്. ചില പഴയ ബന്ധങ്ങൾ പൊടി തട്ടിയെടുക്കുന്നതിൻ്റെ ആ ഒരു തിരക്ക് അത് നിനക്കുണ്ടാകുമല്ലേ എന്ന് രാധിക ചോദിച്ചപ്പോഴും ഗോവിന്ദ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ കണ്ണാ എന്ന് ചോദിച്ചപ്പോൾ അമ്മേ അങ്ങനെയൊന്നും ഇല്ല അമ്മയെന്ന് പറഞ്ഞു. എന്താ ഇല്ലാത്തത്, നീ വിജയലക്ഷ്മിയെ കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ലാതെ നിൽക്കുക. പറ കണ്ണാ, നീ കണ്ടില്ലേ? ഒന്നുമില്ലെങ്കിലും കണ്ടില്ല എന്നൊരു കളവെങ്കിലും നീ എന്നോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് കള്ളം പറയില്ലെന്നും ഞാൻ ജസ്റ്റ് അവരെ ഒന്ന് കണ്ടിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഗീതുവിൻ്റെ ജീവൻ രക്ഷിച്ചത് അവരാ, അതിനൊരു താങ്ക്സ് പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ജീവൻ രക്ഷിച്ചതിന് നന്ദിയോ? എടാ, ഗീതുവിന് നടന്ന ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ പോലും അവളാണെന്നും പറഞ്ഞുകൊണ്ട് രാധിക കഥ ഉണ്ടാക്കുക പുതിയ കഥകൾ. നീ എന്താ വിചാരിച്ച അവളെപ്പറ്റി?
അവൾ നിങ്ങളെ ഇവിടെയും ബാംഗ്ലൂരൊക്കെ വിടാതെ പിന്തുടരുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. ഗീതുവിൻ്റെ രക്ഷക ചമഞ്ഞ് വീണ്ടും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഗോവിന്ദ് വിശ്വസിക്കുന്നു. റോഡിലും ഹോസ്പിറ്റലിലും ഗീതുവിന് നേർക്കെ നടന്ന വധശ്രമങ്ങൾക്ക് പിന്നിൽ പോലും അവരായിരിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പം ഇതൊക്കെ അമ്മയുടെ വെറും തോന്നലാണെന്നും അവർക്കതിനുള്ള കഴിവൊന്നുമില്ല, അവരെ യാദർശികമായിട്ടാണ് ഇതൊക്കെ അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പം നീ ഒരു ശുദ്ധനാ, നീ ഇങ്ങനെ കരുതുമെന്ന് അവർക്കറിയാം, പക്ഷേ യാദർശികമാണെന്ന് തോന്നിക്കുന്ന വിധം ഇടിച്ച് കയറുന്നത് ഒരു വലിയ കഴിവാണ്, ഒരു ക്രിമിനൽ ജീനിയേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു കഴിവാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് ഫലിപ്പിക്കുന്നു മകൻ്റെ മനസ്സിലേക്ക്. വിജയലക്ഷ്മി ഒരു ക്രിമിനൽ ജീനിയേഴ്സ് ആണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ എനിക്കറിയാം അമ്മേ. അറക്കൽ കുടുംബത്തെ ഭദ്രനേക്കാൾ കൂടുതൽ തകർത്തത് അവരാണെന്നും ഒന്നും ഇനി എന്നെ ഓർമ്മിപ്പിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു നമ്മുടെ ഗോവിന്ദൻ. ഇനി അവർ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്ന് കയറില്ല, അവരെ ഞാൻ അതിനെ അനുവദിക്കില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് രാധികയ്ക്ക് സന്തോഷമായി. ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ രാധിക ചിരിക്കുമോ ഇവിടെ നിന്ന്. അമ്മ നോക്കിക്കോ, മരണം വരെ ഞാൻ ഈ വാക്കു പാലിക്കുമെന്ന് പറഞ്ഞപ്പം ഓക്കെ കണ്ണ, എനിക്കറിയാം നിന്നെ, നിങ്ങനെ ടെൻഷൻ ആവണ്ട. പക്ഷേ ഗീതുവിൻ്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാനാ നിൻ്റെ ഉദ്ദേശം എന്ന് രാധിക അന്നേരം ചോദിച്ചു. ഇത് കേട്ടപ്പോൾ അമ്മ ഞാൻ അങ്ങനെ ഒരു നിമിഷത്തേക്ക് പറയാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുക. ഗീതുവിനെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കത് ഒരിക്കലും ഇഷ്ടമാവില്ല. എങ്കിലും വീണ്ടും അവളെ മരണത്തിലേക്ക് തള്ളിവിടാനും എനിക്ക് കഴിയില്ല എന്ന് മനസ്സുകൊണ്ട് ഗോവിന്ദൻ അവിടെ ചിന്തിക്കുമ്പം നീ എന്താ ഒരു മറുപടിയും പറയാത്തോന്ന് ചോദിച്ചു രാധിക. അമ്മ അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഗീതുവിൻ്റെ ഫ്യൂച്ചർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞപ്പം നീ എങ്ങനെ അവളുടെ ഫ്യൂച്ചർ സെറ്റ് ചെയ്യും? അവളെ ഇവിടെ ബാംഗ്ലൂർ തന്നെ IAS കോച്ചിങ്ങിന് ചേർത്തിട്ട് പിന്നെ റിയാലിറ്റി ഷോയിൽ നിന്ന് കിട്ടിയ പണവും കൂടി അവൾക്ക് നൽകിയാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് അവൾ സേഫ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. അതിനു മുൻപ് അവൾ ഡിവോഴ്സിനുള്ള പേപ്പറിൽ സൈൻ ചെയ്യുമെന്ന് ചോദിച്ചപ്പം അതും ബുദ്ധിമുട്ടാണെന്ന് അമ്മ അവൾ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ അതിനെന്താ ഇത്ര ബുദ്ധിമുട്ട്? പിരിയാൻ തീരുമാനിച്ചവർ ലീഗലായി തന്നെ പിരിയണ്ടേ എന്ന് ചോദിച്ചു. സൈൻ ചെയ്യിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ അവൾ സമ്മതിച്ചില്ല. താലി അഴിക്കാനും അവൾ തയ്യാറല്ലെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ വിജയലക്ഷ്മിയുടെ കളിയാ. അവർ തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ സമ്മതിച്ചില്ലല്ലോ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് മേടിച്ചേ പറ്റൂ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അവളെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിച്ചിട്ട് നമുക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു IAS കോച്ചിങ്ങിൽ ചേർക്കാം. നീ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ, അവിടെ നിർത്തണ്ടെന്ന് പറഞ്ഞു. അവിടെ നിർത്തി ശരിയാവില്ലെന്നും. അതല്ലേ കണ്ണാ നല്ലത് എന്ന് ചോദിച്ചപ്പം അതെ അമ്മേ, അങ്ങനെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. എന്തായാലും അവസാന വിജയം തനിക്കാണെന്നുള്ള അഹങ്കാരത്തിൽ രാധിക ഇങ്ങനെ നിൽക്കുക. ഗീതു ബാംഗ്ലൂരിൽ നിന്നാൽ അവിടെ നിന്ന് സത്യങ്ങളെല്ലാം തിരിച്ചറിയുമെന്നുള്ള പേടിയാണ് രാധികയ്ക്ക്. വിജയലക്ഷ്മി എല്ലാ കാര്യങ്ങളും ഗീതുവിനോട് പറയുമെന്നും പിന്നീട് വലിയൊരു ഭീഷണിയായി അവർ ഈ പുള്ളിക്കാരിക്ക് മാറുമെന്നും അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമൊക്കെ പുള്ളിക്കാരി അങ്ങ് പറഞ്ഞത്. പൊട്ടൻ ഗോവിന്ദൻ അതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രാധിക ഇങ്ങനെ അവിടെ പലതും പ്ലാൻ ചെയ്ത് നിൽക്കുക. ഈ സമയത്ത് ഗോവിന്ദ് ഇവിടെ ഇനി എന്താണ്, എങ്ങനെയാണ് ഗീതുവിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു പേപ്പറിൽ ഒപ്പിട്ട് മേടിക്കുന്നത് എന്നുള്ളൊരു ചിന്തയായിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഗീതുവിനെയാട്ടോ. ഗീതു ഇങ്ങനെ ഇവിടെ കിടക്കുമ്പോൾ നേഴ്സ് പതുക്കെ ഗീതുവിൻ്റെ അടുത്ത് ചായയോ മറ്റോ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഇത്രയും നേരമായിട്ടും ഗീതു ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ വന്നു. ഗീതുവിനെ ഡിസ്ചാർജ് ചെയ്യുകയാണ് എന്നുള്ള കാര്യവും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗീതു ഒന്ന് ഞെട്ടി. ഇനിയിപ്പോൾ ഗീതുവിന് എങ്ങോട്ട് പോകണം എന്നറിയില്ല, പോകാനൊരു പോക്കടം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ. എന്താ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? ഇനിയിപ്പോൾ വീട്ടിൽ പോയി സ്വസ്ഥമായി റെസ്റ്റ് എടുക്കാമെന്നും ട്രീറ്റ്മെൻറ്റിൻ്റെ ഫോളോ അപ്പ് കേരളത്തിലെ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. എന്താ ഹാപ്പി അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം തിരിച്ചു കാണിച്ചു ഗീതു. അതും കഴിഞ്ഞ് ഡോക്ടർ അങ്ങ് പോയി. പക്ഷേ ഗീതുവിന് ഭയങ്കര സങ്കടമാണ്, എന്ത് ചെയ്യണം എന്നറിയില്ലല്ലോ. ഗീതു ഇങ്ങനെ ആകെ വിഷമിച്ച് അവിടെ ഇങ്ങനെ കിടക്കുന്നത്. എന്തായാലും അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിൻ്റെ കാര്യം ഡോക്ടർ എന്ന് ഗോവിന്ദനോട് പറയുക. പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേരളത്തിൽ തുടരാമെന്നുള്ള കാര്യവും പറഞ്ഞു. അതുമാത്രമല്ല ഗീതുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആക്സിഡൻറ്റ് അതും ഒറിജിനൽ ആക്സിഡൻ്റ് ആണോ അതോ ഒരു ആത്മഹത്യാശ്രമമാണോ എന്നൊന്നും ഇപ്പോഴും പ്രോപ്പറായി പറയാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ള കാര്യവും ഡോക്ടർ ഗോവിന്ദനോട് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഗോവിന്ദ് ഒന്നുകൂടി ഞെട്ടി. എന്തായാലും ഗീതുവിൽ സൂയിസൈഡ് അറ്റംപ്റ്റ്
അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി അതുണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണെന്നും ഡോക്ടർ ഗോവിന്ദനോട് പറയുകയും ചെയ്തു. അവൾ തന്നിൽ നിന്നും എല്ലാവരെയും ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാര്യമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പലതും തുറന്നു പറയാൻ അവളെ കൊണ്ട് കഴിയുന്നില്ല. മുന്നിൽ പ്രതീക്ഷകളൊന്നും ബാക്കിയില്ലാത്ത ഒരാളെ പോലെ അങ്ങനെയാണ് ഗീതുവിൻ്റെ പലപ്പോഴുമുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ എന്ന് ഗോവിന്ദ് ചോദിച്ചപ്പോൾ ഇതൊരു സൈക്കാട്രിക് പ്രോബ്ലം ആണെന്നും ഒറ്റയ്ക്കാകുമ്പോൾ ഈ അവസ്ഥയൊക്കെ മോശമാകുമെന്നും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഗീതാഞ്ജലിയെ വീട്ടിലേക്ക് അയക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക പോംവഴി എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗോവിന്ദനോടും ഡോക്ടർ പറഞ്ഞു. വീടിൻ്റെ അന്തരീക്ഷം ഒരുപാട് മാറ്റമുള്ളതാണെന്നും പിന്നെ ആരെങ്കിലുമൊക്കെ എപ്പോഴും തന്നെ കൂടെ കാണുമല്ലോ, പിന്നെ പതുക്കെ നമുക്ക് ഗീതുവിൻ്റെ മാനസികാവസ്ഥയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നും ഡോക്ടർ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഗീതു ഓക്കെ ആകുന്നത് വരെ അവളെ തനിച്ചൊന്നും പുറത്തേക്ക് വിടരുതെന്നും പറഞ്ഞു. അത് ചിലപ്പോൾ അപകടം ആയേക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴും ഗോവിന്ദൻ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. എന്ത് ചെയ്യും? ഇനി ഗീതാഞ്ജലിയുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിലാണെന്നുള്ള കാര്യവും ഗോവിന്ദനോട് ഡോക്ടർ പറഞ്ഞു. ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ ഗോവിന്ദ് പാവം പെട്ടുപോയി. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക. അപ്പം ഞാനൊന്ന് ഗീതുവിനോട് സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു ഡോക്ടറോട്. അപ്പം ശരി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോയി ഗോവിന്ദ് നേരെ ഗീതുവിൻ്റെ അരികിലേക്ക് പോവുക. അപ്പോൾ ഗീതുവിൻ്റെ അരികിൽ ചെന്നു. ഗീതു ഇങ്ങനെ എഴുന്നേറ്റ് ഇരിപ്പുണ്ട്, ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്തേക്ക് ചെന്നു. എങ്ങോട്ടാ പോകണ്ടേ എന്ന് ഗോവിന്ദൻ ഗീതുവിനോട് ചോദിച്ചപ്പോൾ എങ്ങോട്ടാണെന്ന് ഗീതു, നമ്മുടെ നാട്ടിലേക്ക്, അല്ലാതെ എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ എൻ്റേതായ നാടോ വീടോ വീട്ടുകാരോ ഒന്നും എനിക്കില്ല, ഇനി അങ്ങോട്ടുണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്നോടൊപ്പമാണ് ഇവിടെ വന്നത്, അതുപോലെ തിരിച്ചെത്തിക്കേണ്ട ബാധ്യത എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആരെ ബോധിപ്പിക്കാനാണെന്ന് ചോദിച്ചു ഗീതു ഗോവിന്ദനോട്. അത് കേട്ടപ്പോൾ നീ എന്തിങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഗോവിന്ദ് ചോദിക്കുക. ഞാനിപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്താനാണെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് ഗീതു. ഞാൻ അവിടേക്കില്ല എന്ന് തറപ്പിച്ച് പറയാം. അപ്പം ഗീതു, നിനക്കിതൊക്കെ സംഭവിച്ചതിന് ഞാനും ഒരു കാരണക്കാരനാണ്, ആ തെറ്റ് എനിക്ക് തിരുത്തണം എന്നുള്ള കാര്യം ഗോവിന്ദ് ഗീതുവിനോട് പറയുമ്പോഴും ഗീതു ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് തന്നെ കിടക്കുക. നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുൻപേ ഞാൻ നടത്തി തന്ന ഉറപ്പാത്, നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം IAS അത് നടത്തി തരാമെന്നുള്ളത്, അത് ഞാൻ നിറവേറ്റി തരും എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് ഗീതുവിനോട് പറയണം. നീ ആ ലക്ഷ്യത്തിലെത്തണം, അതിനു വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തും തരുമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കണോ എന്ന് ഗീതു വീണ്ടും ഗോവിന്ദനോട് ചോദിക്കുക. തൻ്റെ ജീവിതത്തിൽ ആരെയും വിശ്വസിക്കില്ല എന്ന്, ഒരു പുരുഷനെയും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ആ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ലെന്ന്. പിന്നെ നീ ഇവിടെ ആരുടെ സംരക്ഷണത്തിൽ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ഒരു പെണ്ണിന് ജീവിക്കാൻ ആണിൻ്റെ സംരക്ഷണം ആവശ്യമുണ്ടോ എന്ന് ഗീതു ഗോവിന്ദനോട് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഗോവിന്ദന് പറയാൻ വാക്കുകളില്ല കേട്ടോ. ഇതിനോട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഗോവിന്ദന് മനസ്സിലായി. എനിക്കിനി ഒരു രക്ഷകൻ്റെയും സംരക്ഷണം വേണ്ട, ഒറ്റയ്ക്ക് ജീവിച്ച് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞപ്പം, നിന്റെ രക്ഷകനോ ഭർത്താവോ ആകാൻ എനിക്ക് യാതൊരു താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞപ്പം പിന്നെ എന്തിനാ എന്നെ കൂടെ കൊണ്ടുപോകാൻ ഇത്രയും വാശി? നിന്റെ കാര്യത്തിൽ എനിക്ക് ഉത്കണ്ഠയുള്ളത് കൊണ്ടാണെന്നും. അപ്പം എന്തിനാന്ന് ഗീതു ഗോവിന്ദൻ ഇങ്ങനെ നോക്കും. അപ്പോൾ ഗീതുവിനെ ജീവിക്കാൻ ഗതിയില്ലാതെ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതിയോ എന്ന് ഗീതു ഗോവിന്ദനോട് ചോദിച്ചു. അതോ കിഷോർ ചതിച്ചിട്ട് പോയതിൻ്റെ പക തീർക്കാൻ അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുമെന്ന് വിചാരിച്ചോ എന്നും ഗീതു ചോദിക്കുക. സ്നേഹിച്ച പുരുഷനും ആത്മാർത്ഥമായി വിശ്വസിച്ച പുരുഷനും കൂടെ ചേർന്ന് എന്നെ കൊന്നു ഒരേ സമയം. അപ്പോൾ അത് കേട്ടപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ പകച്ച് നിൽക്കുക കേട്ടോ. ഇനി ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നും എൻ്റെ സുരക്ഷയോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു ഗീതു. ഉണ്ട്, കോടതി വിവാഹമോചനം അനുവദിക്കുന്നത് വരെ നിന്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം ഗോവിന്ദൻ അന്നേരം പറയുക ഗീതുവിനോട്. അതിനിടയിൽ നിനക്ക് എന്ത് സംഭവിച്ചാലും അത് എന്നെ കൂടെ ബാധിക്കുന്ന കാര്യമാണെന്നുള്ള കാര്യവും ഗോവിന്ദൻ പറഞ്ഞു. ജോയിൻ പെറ്റീഷനിൽ ഒപ്പിട്ട് വാങ്ങാതെ തിരികെ ചെല്ലരുതെന്ന് നിങ്ങളുടെ രണ്ടാനമ്മ പറഞ്ഞ് ഏൽപ്പിച്ച് കാണുമല്ലേ എന്ന് ചോദിച്ചപ്പം ഗീതു, ഓക്കെ, അമ്മ അത് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് ഗോവിന്ദൻ ചോദിക്കുക. അത് കേട്ടപ്പോൾ നമ്മുടെ ഗീതു ഗോവിന്ദനെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കി. ഞാനിപ്പോഴും നിൻ്റെ ഭർത്താവാണ്, ആ അവകാശം വെച്ച് നിന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് കഴിയില്ല, നിന്നെ കൊണ്ടേ ഞാൻ പോകൂ എന്നും പറഞ്ഞ് ഗോവിന്ദ് പറയുമ്പോൾ ഇനി അങ്ങോട്ട് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണെന്ന് ഗീതു അന്നേരം ഗോവിന്ദനോട് പറഞ്ഞു. മറ്റാർക്കും അതിൽ അവകാശമോ അധികാരമോ ഇല്ലെന്നും എനിക്കിനിയൊരു അവകാശവും ഇല്ല എന്ന് ഗീതു തറപ്പിച്ച് പറയുമ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ എന്ത് പറയും എന്നോർത്തിങ്ങനെ നിൽക്കും അവിടെ.
ഞാൻ നാട്ടിലേക്ക് വരില്ല എന്ന് തന്നെ ഗീതു തറപ്പിച്ചു പറഞ്ഞു. അതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയും വേണ്ട എന്ന്. അങ്ങനെ ഗീതുവിനോട് എന്നാ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുമ്പോൾ ഗീതു ഇങ്ങനെ തൻ്റെ മനസ്സിലെ ആ ഒരു ഭയങ്കരമായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ആകെ മൂഡ് ഔട്ടായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക്